മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ചിലപ്പോൾ പത്രങ്ങളും വായിക്കുമ്പോഴും മാധ്യമങ്ങൾ ചില പ്രോഗ്രാമുകൾ കാണിക്കുമ്പോഴും അത് ഞങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ ഞാൻ കാണുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ സങ്കുചിതമായിട്ടുള്ള വാതിലുകൾ കൊണ്ടാവാം എനിക്ക് തോന്നാറുണ്ട് അവർ ബയസ്ഡാണ്, പാർഷ്യലാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ ചില പാർട്ടിക്കാരെ കൊല്ലുമ്പോൾ 8ാമത്തെ പേജിൽ ചെറിയ വാർത്ത, വേറെ ചിലരെ കൊല്ലുമ്പോൾ ഫ്രണ്ട് പേജിൽ വാർത്ത. ഇഷ്ടപ്പെട്ടവർക്ക് പത്രമാധ്യമങ്ങളിൽ സ്ഥാനം വളരെ ഉയരത്തില്, ഇഷ്ടപ്പെട്ട മതക്കാർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് എന്ത് പറയാനും എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം, അതിനെ തലോടലോടുകൂടി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇംപാർഷ്യൽ ആണെന്ന് ബോധ്യപ്പെടുത്താൻ ശക്തമായിട്ട് തനിക്ക് ഇഷ്ടമില്ലാത്തവരെ എതിർക്കുന്ന മാധ്യമ പ്രവർത്തനം. അത് കാണുമ്പോൾ ചിലപ്പോൾ വേദന തോന്നാറുണ്ട്. ഒരുപക്ഷെ പെയ്ഡ് ജേർണലിസം പോലെ പെയ്ഡിന് ഈക്വലന്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ജേർണലിസം ആയിരിക്കാം അതിൻ്റെ പുറകിൽ. എന്നാലും ഉള്ളിൻ്റെ ഉള്ളില് മാധ്യമപ്രവർത്തകരോട് വലിയ ബഹുമാനമുണ്ട്. ഞാൻ 150 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ടിവിയിലും അതുപോലെ തന്നെ പത്രങ്ങളിലും എഴുതാറുണ്ട്, എഴുതിയിട്ടുണ്ട്, എന്നെ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. പിന്നെ ജേർണലിസത്തിൽ ബിരുദവുമുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമ പ്രവർത്തനം എന്നിൽ നിന്ന് അന്യമല്ല, കുറേയൊക്കെ എനിക്ക് ബന്ധമുള്ളതാണ്. ഹിന്ദു ന്യൂസ് പേപ്പറിൽ 2 മാസം അവരുടെ ഫെലോഷിപ്പിൽ, ഒരു മാസം അന്നത്തെ കാലത്ത് 12,000 രൂപ ഫെലോഷിപ്പിൽ 1987 അവിടെ ചെലവഴിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് ആ ഹിന്ദു ന്യൂസ് പേപ്പർ അതിൻ്റെ ടോപ്പിലുള്ളവർ പറയും, ബി ഇംപാർഷ്യൽ, നെവർ ജസ്റ്റിഫൈ യുവർ മിസ്റ്റേക്സ്, നെവർ ഷോ യുവർ ഈഗോ. അവിടെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞു, അമേരിക്കൻ സയന്റിസ്റ്റ് എന്ന മാഗസീനിൽ ബയോകെമിസ്ട്രിയിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, അതിനെ ഒന്ന് സംക്ഷിപ്തമായിട്ട് ഹിന്ദു ന്യൂസ് പേപ്പറിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചിട്ട് അതിൻ്റെ കണ്ടന്റ് എന്നോട് പറയാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബയോകെമിസ്ട്രി, എനിക്ക് അറിഞ്ഞുകൂടാത്ത. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ വിഷയം ഇതല്ല, എനിക്കിത് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞത്, ബയോകെമിസ്ട്രിയിൽ PhD എടുത്തൊരു വ്യക്തിക്ക് ഒരു പോപ്പുലർ സയൻസ് ജേർണലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ്ലെസ് ആണെന്ന് അർത്ഥം. അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞതാണ്, ഞാനതിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമുണ്ട്. നിങ്ങളെ രാവിലെ 8 മണിക്ക് വരാൻ ഞാൻ പറഞ്ഞു, നിങ്ങളെ കാണാൻ 8:25 25 മിനിറ്റ് വൈകി. അതിൽ നിങ്ങളുടെ മുഖത്തെ ദേഷ്യം ഞാൻ കണ്ടു 25 മിനിറ്റ് വൈകിയതിൽ. ഇയാൾ എന്നോട് പറയുകയാണ്, നിങ്ങളുടെ മുഖത്തെ ദേഷ്യം കണ്ടു 25 മിനിറ്റ്. ഞാൻ 81 വയസ്സായ ആളാണ്, എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല, എൻ്റെ ജീവിതക്രമമൊക്കെ അങ്ങനെയാണ്. ഞാൻ 8 മണിക്ക് വരാൻ പറഞ്ഞത് നിങ്ങളിവിടെ വന്ന് കാത്തു നിൽക്കട്ടെ, നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ പെരുമാറ്റവും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനും കൂടിയുള്ള അവസരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നെ വളരെയധികം സ്വാധീനിച്ചൊരു കമൻ്റാണ്. സാധാരണ ക്രിട്ടിക്കല്ല, ഭയങ്കര അഹങ്കാരം ഉണ്ടായിരുന്ന കാലത്താണ് ഇത് സംഭവിച്ചത്. അവിടെ പോയിട്ട് ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് CLRI പോയിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതി പത്രത്തിൽ കൊടുത്തപ്പോൾ ഹിന്ദുവിൽ പബ്ലിഷ് ചെയ്തു. അതിൽ ഈസ്റ്റ് എന്നുള്ളതിന് പകരം ബാക്ടീരിയ എന്നെഴുതി. ആ CLRIയിലെ ആൾക്കാർ ഹിന്ദു ന്യൂസ് പേപ്പറെ വിളിച്ചറിയിച്ചു അത് ഈസ്റ്റ് അല്ല ബാക്ടീരിയ ആണെന്ന് പറഞ്ഞു. ഞാൻ ഹിന്ദുക്കാരോട് പറഞ്ഞു, ഈസ്റ്റ് ആണെങ്കിലും ബാക്ടീരിയ ആണെങ്കിലും യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആ ഹിന്ദു ന്യൂസ് പേപ്പറിലെ എഡിറ്റർ എന്നോട് പറഞ്ഞത്, ആ ഫീൽഡിൽ റിസർച്ച് ചെയ്യുന്ന ആൾ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്ത ആള് അയാൾ പറഞ്ഞ വാക്കിൽ എന്തിനാ കടിച്ചു തൂങ്ങുന്നത്? റിസർച്ച് ചെയ്യുന്നവരല്ലേ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ വാക്ക് തെറ്റാണെന്ന്, പിന്നെന്തിനാ നിങ്ങൾ അതിൽ കടിച്ചു തൂങ്ങുന്നേ?
അത് തിരുത്തി നാളത്തേക്ക് മാപ്പി ചോദിച്ചുകൊണ്ട് എഴുതി തരണം എന്ന് പറഞ്ഞു. ഞാൻ തിരുത്തി എഴുതി കൊടുത്തു. ഓരോ ദിവസവും ഇതുമാതിരിയുള്ള കമന്റുകൾ എന്നെ കൊണ്ട് എഴുതിച്ചിരുന്നു. ചെയ്ത തെറ്റ്, അഹങ്കാരത്തിന്റെ പ്രകടനം, അറിവുണ്ടെന്ന വാശി തരത്തിലുള്ള വാക്കുകളെല്ലാം 2 മാസം കൊണ്ട് അടിച്ച് ഫ്ലാറ്റാക്കി ഗ്രൗണ്ട് ലെവലിലാക്കി എന്നെ ട്രെയിനിങ് തന്ന് വിട്ടു. ഇടയ്ക്കൊരു സെൻഡ് ഓഫും തന്നു. എന്നെ പോലെയുള്ളവർക്ക് സെൻഡ് ഓഫ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. സെൻഡ് ഓഫ് തന്നപ്പോഴത്തേക്കും പറഞ്ഞു വളരെയധികം ഈ ഫീൽഡിൽ കപ്പാസിറ്റി ഉള്ള ആളാണെന്ന് പറഞ്ഞു. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് 2 മാസം ഇയാളെ ഇവിടെ നിർത്തിയത്. ഓരോ തെറ്റിനും അയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പത്രമാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ എഴുതുന്നുണ്ട് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. എഴുതാറില്ല എന്ന് തോന്നുന്ന സംഭവങ്ങളാണ് കൂടുതലെങ്കിലും എഴുതുന്നുണ്ട് എന്ന് തോന്നുന്ന സംഭവങ്ങളും ഇന്നലെ മിനിങ്ങാന്നും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കാണുകയുണ്ടായി. ഏതായാലും ഒന്ന് മാത്രമേ ഉള്ളൂ, പത്രമാധ്യമങ്ങൾ അവരാർക്കെങ്കിലും വേണ്ടിയും ദേശദ്രോഹികൾക്ക് വേണ്ടിയും ദേശത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് പ്രസ് എന്നുള്ള പേരിൽ ആരോ ഒരാൾ പറഞ്ഞു എന്നുള്ളത് മിനിഞ്ഞാന്ന് കേട്ടു. ഒരു ഇടതുപക്ഷ നേതാവാണ്, ഞാനത് പറഞ്ഞു എന്ന് തോന്നുന്നു. ഇടതുപക്ഷ നേതാവിനെ വിളിച്ച് ചുംബന സമരത്തിന് നേതൃത്വം നൽകുന്ന ആള് ഈ ഇടതുപക്ഷ നേതാവിനെ വിളിച്ച്, ഇടതുപക്ഷ നേതാവിൻ്റെ പേരും എന്നോട് പറഞ്ഞു, ഞാനത് പറയണില്ല. നേതാവിനെ വിളിച്ച് പറഞ്ഞു, നാളെ നമുക്ക് ചുംബന സമരമുണ്ട്, ശിവസേനയ്ക്കും RSSനും ഹിന്ദുത്വവാദികൾക്കും എതിരെ ഉള്ള ഒരു സമരമായിട്ട് ഇത് മാറ്റണം, അങ്ങ് വരണം എന്ന് പറഞ്ഞു. ആ ഇടതുപക്ഷ നേതാവ് കൂളായിട്ട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ വീട്ടിൽ നിന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. അർത്ഥം മനസ്സിലായല്ലോ? ചുംബിക്കാൻ ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നേക്കാം. റോട്ടിൽ എന്തിനാ ചുംബിക്കുന്നേ? അത് ധീരന്മാരുടെ വാക്കാണ്. കാരണം വല്ലവന്റെ ഭാര്യയും വല്ലവന്റെ മകളെയും വല്ലവന്റെ അമ്മയെയും റോട്ടിൽ ചുംബിച്ചിട്ടല്ല പ്രതിഷേധം എന്ന് ഇൻഡയറക്ട്ലി എങ്കിലും പറയാൻ ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് നേതാവിന് സാധിച്ചു. ഇൻഡയറക്ട്ലി എങ്കിലും പറയാൻ സാധിച്ചു. അതുകൊണ്ട് RSSകാർ ചുംബനത്തിനെതിരെയോ ശിവസേനക്കാർ ചുംബനത്തിനെതിരെയോ ആയതുകൊണ്ട്, ഞാൻ എതിരാളികൾക്കെതിരായതുകൊണ്ട് ഞാൻ അനുകൂലിക്കുന്നു എന്ന രീതിയിലായിരുന്നു അന്ന് മാധ്യമങ്ങൾ. സ്വതന്ത്രമായിട്ട് എന്തും ചെയ്യാനുള്ള അവസരത്തിനെയാണ് വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒത്തിരി പത്രമാധ്യമങ്ങൾ ഇറങ്ങിയിരുന്നു. ഇസ്ലാമിക ദൈവസങ്കല്പത്തെ നഗ്നരൂപത്തിൽ വരയ്ക്കില്ല, ക്രൈസ്തവ രൂപത്തെ നഗ്നരൂപത്തിൽ വരയ്ക്കില്ല, ഹൈന്ദവ ഈശ്വര സങ്കല്പത്തെ നഗ്നരൂപത്തിൽ വരയ്ക്കുന്നത് അത് ഒരു ആർട്ടിസ്റ്റിന്റെ, ഒരു കലാകാരന്റെ സ്വാതന്ത്ര്യമാണ്. അയാളുടെ അമ്മയെയും അയാളുടെ ഭാര്യയെയും അയാളുടെ മകളെയും അയാൾ ആരാധിക്കുന്നവരെയും അത് വരയ്ക്കില്ല. വരച്ചാൽ കഴുത്തിന്റെ മുകളിൽ തല കാണില്ല, അല്ലെങ്കിൽ കഴുത്തിന്റെ താഴെ ശരീരം കാണില്ല. അപ്പൊ ഇനി അഥവാ ഇനി അയാൾ വരച്ചാൽ, അല്ലെങ്കിൽ അയാളെ പോലെ വേറൊരാൾ വരച്ചിട്ട് അയാളെ മറ്റുള്ളവർ തല്ലിയാൽ പത്രമാധ്യമങ്ങളെ തല്ലിയവർക്കെതിരെയായിരിക്കും. ഹിന്ദുക്കളുടെ വരച്ചിട്ട് അഭിപ്രായം എതിരായിട്ട് പറഞ്ഞാൽ വരച്ചവൻ അനുകൂലവും എതിര് പറഞ്ഞവന് എതിരുമായിരിക്കും. അങ്ങനെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവും സാംസ്കാരിക മൂല്യങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തികളെ ന്യായീകരിക്കലും, രാഷ്ട്രത്തിനും ധർമ്മത്തിനും എതിരെയൊക്കെ പ്രവർത്തിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും പുരോഗമനവാദത്തിൻ്റെയും അല്ലെങ്കിൽ സഹിഷ്ണുതയുടെയും ഒക്കെ ഭാവമാവുക. ചിലത് ചെയ്താൽ സഹിഷ്ണുത, ചിലത് ചെയ്തു കഴിഞ്ഞാൽ അസഹിഷ്ണുത. കൊല വിളിച്ചോണ്ട് പോയാൽ എതിരാളികളെ, കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ കൊല വിളിച്ചോണ്ട് പോയാൽ അവരെ കൊല്ലുന്നത് സഹിഷ്ണുത. അത്ഭുതകരമായിട്ടുള്ള ഡെഫിനിഷനാണ് കേരളത്തിലുള്ളത്. അത് കേരളത്തിൽ മാത്രമാണ്. ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രമാധ്യമങ്ങൾക്കാർക്ക് ഒരുപക്ഷെ കിട്ടേണ്ടത് കിട്ടി, അതുകൊണ്ടായിരിക്കാം. ഏതായാലും തുറന്ന മനസ്സും എന്തും എഴുതാനുള്ള കഴിവും ജഡ്ജിമാരെക്കാളും അഡ്വക്കേറ്റുമാരെക്കാളും കൂടുതൽ വാദിക്കാനും കോടതിക്കകത്ത് നടക്കുന്ന വിധിയേക്കാൾ മുമ്പ് വിധി പറയാനും ഒക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ ഓർമ്മിക്കണം, 10 ദിവസം കൂടുമ്പോൾ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കി അത് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഭരിക്കുന്നവർ ചെയ്തു കൂട്ടുന്ന പലതും പുറത്തറിയണില്ല.
ഇതുപയോഗിച്ച് സിനിമാ നടനെക്കുറിച്ചോ നടിയെക്കുറിച്ചോ അതല്ലെങ്കിൽ സ്വത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ വിമാനത്താവളത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശബരിമലയിലെ കൊടിമരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വയനാട്ടിലെയോ ഇടുക്കിയിലെയോ കളക്ടറെക്കുറിച്ചോ എല്ലാം എഴുതണം, തീർച്ചയായിട്ടും എഴുതണം. പക്ഷെ അതൊക്കെ പുറത്തെഴുതി അകത്തേക്ക് വരുമ്പോൾ അകത്ത് പൊട്ടുന്ന ആറ്റം ബോംബാണ്, പുറത്ത് പൊട്ടുന്നത് പൂരത്തിന്റെ വെടിക്കെട്ടാണ്. പൂരത്തിന്റെ വെടിക്കെട്ടിനെ ആറ്റം ബോംബിനേക്കാൾ വലുതാക്കി കാണിച്ച് ഈ ആറ്റം ബോംബ് കാണിക്കാതിരിക്കുന്നതൊക്കെ പത്രമാധ്യമങ്ങളുടെ ദൗത്യമോ ഭാഗ്യമോ കർമ്മമോ യജ്ഞമോ എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ചിലതെങ്കിലും അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ ഈ രാഷ്ട്രത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സന്തോഷമുണ്ട്. JNUവിൽ നടന്നതിൻ്റെയൊക്കെ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നടന്നതൊക്കെ അവിടെ ഭരിക്കുന്നവരുടെ തലയിലല്ല വന്നത്, കേന്ദ്രം ഭരിക്കുന്നവരുടെ തലയിലാണ് പത്രമാധ്യമങ്ങൾ ഇട്ടത്. ഗുജറാത്തിൽ എന്തെങ്കിലും നടക്കുകയോ അല്ലെങ്കിൽ കർണാടകയിൽ ബുദ്ധിജീവിയെ കൊന്നപ്പോ കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, തമിഴ്നാട് ഭരിക്കുന്നത് AIADMK ആണ്. അവരുടെ തലയിലല്ല അത് വന്നത് കേന്ദ്രത്തിന്റെ തലയിലാണ്. പക്ഷെ കേന്ദ്രം ഒന്ന് ഗവർണറെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ അതും കേന്ദ്രത്തിനെതിരാണ്. ഇതേപോലെയുള്ള വധം നടന്നതിനെ അന്വേഷിക്കാനാണ് ഗവർണർക്ക് ഉത്തരവാദിത്തം കൊടുത്തത്. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചാല് അന്വേഷിക്കണം, കേന്ദ്രത്തിന്റെ തലയിലല്ല. നമ്മൾ കൊന്നവരെ, നമ്മളെ എതിർത്തവർക്കെതിരെ വധശിക്ഷ നമ്മൾ നടപ്പാക്കിയാൽ ഗവർണറും മിണ്ടരുത്, കേന്ദ്രവും മിണ്ടരുത്, അത് സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളിൽ കൈകടത്തലാവും. വിചിത്രമായിട്ടുള്ള ന്യായീകരണം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ തോന്നാറുണ്ട്. വിതുരൻ പറഞ്ഞ മാതിരി കാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി പുലിയെയും സിംഹത്തെയും കടുവകളെയും എല്ലാം ഉണ്ടാക്കിയത്, മനുഷ്യൻ കേറി ചെന്ന് കാട് നശിപ്പിക്കാതിരിക്കാൻ. ധർമ്മബോധമുള്ള വ്യക്തികള് പത്രമാധ്യമങ്ങളിൽ ഉണ്ടായാലേ സത്യം പുറത്തേക്ക് വരും. ഒരു പ്രത്യേക വിഭാഗക്കാര് നടത്തുന്ന ജേർണലിസം കോഴ്സുകള്, പ്രത്യേക വിഭാഗക്കാരെ എൻറോൾ ചെയ്ത് പഠിക്കുന്ന ജേർണലിസം കോഴ്സുകള്, പ്രത്യേക വിഭാഗത്തിന് വേണ്ടി ജേർണലിസം പ്രവൃത്തികൾ നടത്തുന്നവരൊക്കെ കൂടി ചിന്തിക്കുക, നിങ്ങളുടെ മുമ്പിൽ ഈ രാഷ്ട്രവും ഈ ധർമ്മവും സംസ്കാരവും ഉണ്ടാവണം. അതിനെതിരെ ഏത് RSSകാരൻ, ഏത് BJPക്കാരൻ, ഏത് ഇടതുപക്ഷക്കാരൻ, ഏത് വലതുപക്ഷക്കാരൻ പ്രവർത്തിച്ചാലും നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി ബോട്ടിലിനോ അല്ലെങ്കിൽ ബീഫിനോ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാവരുത്. ഇതൊരാഗ്രഹമാണ്. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാതൃഭൂമിയിലേക്ക് ഒരു കത്തെഴുതി. എല്ലാ വാർത്തകളും നെഗറ്റീവ് ആവുന്നതിന് പകരം കുറേ പോസിറ്റീവ് വാർത്തകൾ കൊടുക്കണമെന്ന്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മാതൃഭൂമി ചാനൽ വെച്ചപ്പോൾ നല്ല വാർത്ത എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത അതേ വാക്ക് നല്ല വാർത്തകൾ എന്ന് പറഞ്ഞുള്ളത് കണ്ടു. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 1-2 വർഷങ്ങൾക്കും ശേഷമെങ്കിലും അത് വരുമെന്ന് പ്രാർത്ഥിക്കാം. ചിലരൊക്കെ ഗവൺമെന്റിനെ എതിർക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നവർ ഗവൺമെന്റിന്റെ നന്മകൾ പറയാനും തുടങ്ങിയിട്ടുണ്ട്. മലയാളം ചാനലുകളിൽ ചിലതിലും ഇംഗ്ലീഷ് ചാനലുകളിൽ വളരെ കൂടുതലുകളിലും എന്ന് തോന്നുന്നു. പ്രണാമം, നമസ്കാരം.